നമസ്കാരം. വെൽക്കം ടു മൂവി ട്രാക്ക്. അപ്പൊ ജോൺ ബെർന്താൽ എഴുതി റൊണാൾഡോ മാർക്കസ് സ്ക്രീൻ ഡയറക്ട് ചെയ്തിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്നിട്ടുള്ള പുതിയ ഒരു ഷോർട്ട് മൂവിയാണ് പണിഷർ ദ വൺ ലാസ്റ്റ് കിൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് മൂവി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പോലെ. അത് ഹോൾ സീരീസ് അല്ല, എന്നാൽ ഹോൾ മൂവിയും അല്ല. അറൗണ്ട് ഒരു 40-45 മിനിറ്റ്, ആ 40 മിനിറ്റ് അറൗണ്ട്, അതിന്റെ ഉള്ളിൽ മാത്രമേ ഇതിന് ദൈർഘ്യമുള്ളൂ. ഈ ഒരു ഈ ഒരു 40 മിനിറ്റിനുള്ളിൽ ഒരു വെടിയുണ്ട കണക്ക് സാധനമാണ് അവർ ഇറക്കിയത്. അത് ഈ സ്പെഷ്യൽസിന്റെ പ്രത്യേകതയാണ്. മാർവൽ ഇറക്കുമ്പോൾ ഒരു ഗംഭീര സാധനമാണ് ഇറക്കുക. അത് അത് ശരിക്കും എഴുതി വെക്കുന്ന രീതിയിലാണ് അവരുടെ ഈ പണിഷർ. ആക്ച്വലി ഞാൻ പണിഷറിന്റെ ഭയങ്കര ഒരു ഫാനൊന്നുമല്ല. എനിക്ക് പഴയ പണിഷറിന്റെ സീരീസ് കണ്ടപ്പോഴും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയതല്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് എന്റെ ചിന്തയൊക്കെ മാറ്റി കളഞ്ഞു ആക്ച്വലി, ഒറ്റയടിക്ക്. അതായത് ഫ്രാങ്ക് കാസലിന്റെ ഏറ്റവും വലിയ എനിമി, അത് ഫ്രാങ്ക് കാസൽ എന്ന് വെച്ചാൽ പണിഷർ. പണിഷറിന്റെ ഏറ്റവും വലിയ എനിമി ആയിട്ടുള്ള ഗനൂച്ചി ഫാമിലിയുടെ ഓൾമോസ്റ്റ് എസിനെ എല്ലാവരെയും ഇയാള് കൊന്നൊടുക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കൊരു അടുത്തത് എന്താ ചെയ്യണ്ടേ, അടുത്തതൊന്നും ചെയ്യാനില്ല. കാരണം ആക്ച്വലി പുള്ളിയുടെ റിവെഞ്ച് കംപ്ലീറ്റഡ് ആയി. അങ്ങനെ ഒരു ഒരു ഇത് എത്തണ സമയത്ത് പുള്ളിക്കാരന് അടുത്ത ഒരു ഒരു മോട്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല. അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു അറിവില്ല. അറിവ് മീൻസ് ഒരു അടുത്ത് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പോരാത്തതിന് പുള്ളിയുടെ ഫാമിലി മസാക്കർ ചെയ്തു. അതായത് എല്ലാവരെയും കൊന്നവൻ, വൈഫ് മകളൊക്കെ കൊന്നവൻ. ഈ ഗനോച്ചി ഫാമിലിയുടെ തന്നെ ഒരു ഷൂട്ട് ഔട്ടിലാണ് ഇവരെല്ലാവരും പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതില് പുള്ളിക്ക് ജീവിക്കാനേ തോന്നാത്ത, അതായത് ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അത് അയാളുടെ ഒരു ഒരു അവസ്ഥ, അതായത് സെൽഫ് തോട്ട്. അയാള് ഒരു സിസിലിയിലെ ആക്ച്വലി ഈ ഗനൂച്ചി ഫാമിലി ഒരു വമ്പൻ ഡ്രഗ് മാഫിയാണ്. ഇവരുടെ ഡ്രഗ് മാഫിയ പ്ലസ് എന്താ പറയാ ഗ്യാങ്സ്റ്റേഴ്സ് ആണ് ആക്ച്വലി. അപ്പൊ ഇവരുടെ ഒരു ഏരിയ ആയിട്ടിരുന്ന ഈ ഒരു സിസിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ഉണ്ട്, ലിറ്റിൽ സിസിലി, ന്യൂയോർക്കിലുള്ള. അപ്പൊ ഈ ലിറ്റിൽ സിസിലിയിൽ തന്നെയാണ് ഇങ്ങനെ താമസിക്കുന്നത്. അപ്പൊ ഈ ഇവരുടെ ഫാമിലിയിൽ എല്ലാവരും ഇല്ലാണ്ടായതോട് കൂടിയിട്ട് അവർക്കൊരു നേതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ട് അവിടെ ഒരു ഭയങ്കര ക്രൈമുകൾ നടക്കാണ് ഈ സിറ്റിയിൽ. അപ്പം പക്ഷെ ഇയാള് ആ നെയ്ബർഹുഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇയാൾ ഇതിലൊന്നും ബന്ധപ്പെടാതെ, ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ എങ്ങനെയെങ്കിലും മരിച്ചാ മതി, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാള് അവസാനമായിട്ട് ഭാര്യയുടെ അടുത്തും മകളുടെയും അവരുടെ ശവകുടീരത്തില് ആക്ച്വലി എന്താ പറയാ ആ സെമിത്തേരിയിൽ പോയിട്ട് അവരുടെ ഒപ്പം ആ അവിടെ വെച്ചിട്ട് മരിക്കാമെന്നുള്ളൊരു ഇതില് പുള്ളി നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഉൾവിളി പോലെ, മകള് വിളിച്ച പോലെ പുള്ളിക്ക് തോന്നുകയും പിന്നെ അത് മരിക്കാന്നുള്ള അതാണ് ഉപേക്ഷിക്കുന്നത്. പിന്നീടും പുള്ളി തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോണ സമയത്താണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. അവിടം തൊട്ട് അവിടം തൊട്ട് ഒന്നുമില്ല, ഈ ഗ്നൂച്ചി ഫാമിലിയുടെ ഹെഡ് ആയിട്ടുള്ള ഗ്നൂച്ചി, അതായത് അവരുടെ മക്കളെല്ലാവരെയും പുള്ളി എന്താ പറയാ കൊന്നവൻ, പണിഷർ കൊന്നവൻ. സോ പുള്ളിക്കാരി ഈ പണിഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഡെത്ത് വാറന്റ് പോലെ, അതായത് നമ്മുടെ ജോൺ വിക്കിലൊക്കെ കൊടുക്കൂലോ എക്സ് കമ്മ്യൂണിക്കാഡോ എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന ആൾക്ക് ഒരു റിവാർഡ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു സംഭവം ഇയാൾക്കെതിരെ ഇയാളുടെ തലയ്ക്ക് വെക്കുകയാണ്. അത് ആ ഹോൾ സിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും ഇയാളെ കണ്ടുപിടിച്ച് കൊല്ലാം, ഫ്രാങ്ക് കാസലിനെ കണ്ടുപിടിച്ച് കൊല്ലാം. കൊല്ലുന്ന പക്ഷം അയാൾക്ക് തക്ക റിവാർഡ് കിട്ടും എന്നുള്ളൊരു എന്താ പറയാ അതിനെ ഒരു കൊട്ടേഷൻ പോലെ ആക്ച്വലി അങ്ങനെ വെക്കുകയാണ്. അതേ തുടർന്ന് അത് അത് കഴിഞ്ഞ അപ്പൊ ഇത് അയാളുടെ അടുത്ത് ഇവര് വന്ന് പറയുന്നുണ്ട് ഒരു സ്റ്റോറി പോലെ. അതിലൊന്നും ഇൻട്രസ്റ്റഡ് ആവാണ്ട് പുള്ളി തിരിച്ചു പോവാണ് റൂമിലേക്ക്. റൂമിൽ ചെന്നാലും പുള്ളിക്കൊരു സ്വസ്ഥതയില്ല. പക്ഷെ പിന്നെ നോക്കുമ്പോഴാണ് ഈ സംഭവം ശരിക്കും ആക്റ്റീവായി. ഈ കൊട്ടേഷന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആക്റ്റീവായി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ
എന്താ പറയാ, പുള്ളിക്കാരൻ നോക്കുമ്പോൾ പുള്ളിയെ അന്വേഷിച്ച് ബാക്കി എല്ലാ വീടുകളും അരിച്ചു പെറുക്കാണ് ഈ ക്രിമിനലുകൾ. ഭയങ്കരമായിട്ട് ക്രിമിനൽസിന്റെ ഒരു ഇത് കൂടിയിട്ടുണ്ട് ഈ സിറ്റിയിൽ ഇപ്പൊ. അപ്പം ഈ ക്രിമിനൽസ് മൊത്തം അരിച്ചു പെറുക്കാണ് ഈ ഏരിയ. അപ്പൊ ഈ നെയ്ബർഹുഡ് മൊത്തം അരിച്ചു പെറുക്കിട്ട് കിട്ടുന്നവരൊക്കെ കൊന്നു കളയാ. അവൻ ആരാന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടുന്നവരൊക്കെ കൊന്നു കളയാ. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ഒന്നാമതേ ഭയങ്കര ക്രൈം റേറ്റ് കൂടിയേക്കാം. പോലീസുകാരൊക്കെ വെറും നോക്കുകുത്തികളായ അവസ്ഥയാണ് അവിടെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തില് ഇവര് എങ്ങനെയെങ്കിലും എന്താ പറയാ എല്ലാവരും കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം പോലെ മൊത്തം മൊത്തം ആൾക്കാരെ കാണുന്നവർ, കണ്ണി കാണുന്നവർ വെടിവെച്ച് കൊല്ലുക, കുത്തി കൊല്ലുക, അങ്ങനത്തെ ഒരു ഇത്. ആക്ച്വലി ഫ്രാങ്ക് കാസലിനെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ ഇവര് ആരാന്നറിയില്ലല്ലോ ഫ്രാങ്ക് കാസൽ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും റൂമുകൾ തല്ലിപ്പൊളിക്കുക, കയറുക, ആളുകളെ കുത്തി കൊല്ലുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇത് കണ്ടപ്പോ ഒരു ടീം പുള്ളിയുടെ റൂമിലും തീ വയ്ക്കും. ഇത് കണ്ട് ഈ അപ്പൊ പുള്ളി അതിനെ ഡിഫെൻഡ് ചെയ്യും ആക്ച്വലി. അത് കഴിഞ്ഞ് നോക്കുമ്പോ ഫുൾ കെയോസ് ആണ് ആ സിറ്റി മൊത്തം. പിന്നീട് പുള്ളി നടത്തുന്ന ഒരു 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 എന്താ പറയാ, ഒരു 15 മിനിറ്റ് നിർത്താതെ രക്ഷപ്പെടാൻ നോക്കുന്നതും ബാക്കിയുള്ളവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നതും അങ്ങനെ 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 ആയിട്ട് ഒരു 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 15 മിനിറ്റ്. ഒയ്യോ, ഒരു 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 ഫുൾ മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം ഈ 15 മിനിറ്റിൽ അവരങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കാം. എന്റെ പൊന്നോ, ചിലതൊക്കെ ഞാനിങ്ങനെ റിവൈൻഡ് അടിച്ച് കണ്ടു. നമുക്ക് ചില എപ്പിസോഡ്സ് കാണുമ്പോൾ അത്രയും രസമാവുമല്ലോ. നമ്മളിങ്ങനെ കൂടി 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 നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യ പോലെ. അപ്പൊ നമ്മൾ വീണ്ടും റിവൈൻഡ് അടിച്ച് കാണുമല്ലോ. വീണ്ടും വീണ്ടും 1, 2, 3 വട്ടം ഞാനിത് ഈ സാധനം റിവൈൻഡ് അടിച്ച് കണ്ടു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആക്ഷൻ സീക്വൻസുകൾ വന്നേക്കുന്നത്. ആകെ 1, 2 സീനിൽ മാത്രം CGIയുടെ അത് നമുക്കൊന്ന് കയറി വരുന്നുണ്ട്. അത് എല്ലാവരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുള്ളി ഒരു വീഴണ ഒരു സീനുണ്ട്, അതിനകത്ത് ഒരു CGIയുടെ വർക്ക് അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നീട് മാർവൽ എന്താ പറയാ റിപ്പോർട്ട് ഇറക്കി. ആക്ച്വലി അത് ഒറിജിനലി സ്റ്റണ്ട് ഡബിൾ ആണ് വീഴുന്നത്, പക്ഷെ മുഖം മാത്രം ഒരു CGI ലുക്കില് ആളുടെ ഒരു ഇത് ചെയ്തേക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാം ഒന്നിനൊന്ന് വെച്ചത് പക്ക ബ്രൂട്ടൽ സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ഈ 40 മിനിറ്റ് ആക്ച്വലി ഒരു സിനിമയുടെ ലെങ്ത് പോലും അല്ല, ഒരു സീരീസിന്റെ പ്രോപ്പർ 1 hour സീരീസിന്റെ അത്രയും പോലും ഇല്ല. 40 മിനിറ്റില് 15 മിനിറ്റ് ആക്ഷൻ സീക്വൻസുകളാണ്. എന്നാൽ പോലും ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് കുറച്ച് സെന്റി കാര്യങ്ങളും പിന്നീട്, അതായത് ഒരു സമയത്ത് മരിക്കാൻ തീരുമാനിച്ച ഈ ഫ്രാങ്ക് മുള്ളർ തിരിച്ചു വരാണ്. ഇയാൾക്ക് പിന്നീട് മനസ്സിലാവാണ് തനിക്ക് ഇനിയും ദൗത്യങ്ങളുണ്ട് തീർക്കാൻ. അങ്ങനെ ഒരു മൈൻഡിലേക്ക് പുള്ളി എത്തുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്രാങ്ക് മുള്ളറിനെ ആക്ച്വലി ഒരു പുതിയ പണിഷർ കോസ്റ്റ്യൂമായിട്ട്, പഴയ പണിഷർ കോസ്റ്റ്യൂം മാറി പുതിയ അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലുള്ള ഒരു കോസ്റ്റ്യൂം. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ആക്ച്വലി. അതിനകത്തെ പുള്ളിയുടെ ഒരു കോസ്റ്റ്യൂമാണ് ഇതിനകത്ത്. അത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കല്ലുകടി വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഇറങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ അവരൊരു എപ്പിസോഡ് പോലെ പുറത്തു വിട്ടേക്കുന്നത് ആക്ച്വലി. അത് കാണുമ്പോൾ നമുക്ക് ഇയാള് എവിടെ പോയി ഇത് എന്ന് വെച്ചാ നമ്മുടെ എന്താ പറയാ ഡെയർഡെവിൾ കഴിഞ്ഞിട്ട് അതിനകത്ത് ഇഷ്യൂസ് കഴിഞ്ഞിട്ട് ഇയാളെ കാണാണ്ടാവും. പിന്നീട് ഇയാൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് ബോൺ അഗെയിനില് വരുമ്പോ എന്ത് ചെയ്തു, അപ്പൊ ഇതിനകത്ത് ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഇല്ല. അത് കഴിഞ്ഞ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുമ്പോ വേറൊരു സംഭവം, അതായത് ഇതിനിടയ്ക്ക് ഇയാൾക്ക് എന്ത് പറ്റി എന്നൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ഡെയർഡെവിൾ ബോൺ അഗെയിനും ഈ ബ്രാൻഡ് ന്യൂ ഡേക്കും ഇടയ്ക്ക്. അതാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് അവര് ക്ലാരിഫൈ ചെയ്തു തരുന്നത്. ആക്ച്വലി വളരെ ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു 40 മിനിറ്റ്സ് ആണ്. ഫുള്ളി പാക്ഡ് 40 മിനിറ്റ്സ്. അതിനകത്ത് എല്ലാം നമുക്ക് ഫുള്ളി കൺവേഡ് ആവും. അയാളുടെ അവസ്ഥ കൺവേഡ് ആവും. അയാൾ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവും. അയാള് മരിക്കാൻ പോകുന്ന ആ സമയത്തുള്ള അയാളുടെ ഇന്നർ തോട്ടുകൾ പുറത്തേക്ക് വരുന്നത്, ആ തോട്ട്സ് ഇയാളോട് സംസാരിക്കുന്നത്, ഒരു ഗംഭീര സാധനം. ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ടോ നിങ്ങള് കിടുങ്ങും. ഒന്നാമത് സാധനം കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു സാധനം. ഒരു മസ്റ്റ് വാച്ച് ഐറ്റമായിട്ടാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണുക. ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 40 മിനിറ്റ്സ് വളരെ ചെറിയൊരു ഷോർട്ട് മൂവി പോലെ, അതായത് ഇപ്പോൾ ഒരു യൂട്യൂബിലെ ഒരു ചെറിയ ഷോർട്ട് മൂവീസ് ഇല്ലേ, അതുപോലെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുള്ളി വെൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ എപ്പിസോഡാണത്. നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ താഴെ എൻ്റെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തേക്കാം, അതിനകത്ത് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് പണിഷർ വൺ ലാസ്റ്റ് കില്ലിൻ്റെ റിവ്യൂ. ഇതുപോലുള്ള പുതിയ റിവ്യൂസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.